ഇനി ഞങ്ങൾക്ക് കുറച്ച് കടുക്ക കിട്ടി. അപ്പോൾ നമുക്കിന്ന് കടുക്ക കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റൊക്കെ ഇതിന്ന് ഒഴിവാക്കണേ. ഒഴിവാക്കിയ ശേഷം ഒന്ന് നല്ലവണ്ണം കഴുകിയെടുക്കണം. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കുക്കിംഗ് വീഡിയോ വീഡിയോയിൽ ഷെയർ ചെയ്താണ് കൊടുക്കും. അങ്ങനെ ആ വേസ്റ്റ് ഒഴിവാക്കിയ ശേഷം നല്ലവണ്ണം കഴുകിയെടുക്കും. കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം, നല്ല ചടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇത് പച്ചയിലും തോല് പൊളിക്കാം. ഒന്ന് വേവിച്ചാൽ തോലിങ്ങനെ ആടർന്ന് വേഗം കിട്ടും. അപ്പോൾ നമുക്ക് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുത്തപ്പോൾ തന്നെ ഒന്ന് തോലൊക്കെ ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേഗം നന്നാക്കാൻ പറ്റും. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല അടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം നന്നാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നെടുത്തതിന് ശേഷം ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, ആ വേസ്റ്റ് ഒഴിവാക്കി കൊടുക്കണേ. ഇങ്ങനെ കയ്യത്തൊന്ന് നെക്കി കൊടുത്താൽ തന്നെ ആ വേസ്റ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ആ വേസ്റ്റ് ഒഴിവാക്കിയ ശേഷം എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കഴുകണം. ചെറിയ പൂഴി ഉണ്ടാവും, അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം. ചെറുതരി പൂഴിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇതൊക്കെ കഴുകിയിട്ട് അപ്പോഴേക്കും നമുക്ക് ഉള്ളി വാട്ടാൻ വേണ്ടി വെക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഉള്ളി വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിട്ടുള്ളത്. ഈ തക്കാളി ചേർത്ത് തക്കാളി വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള മസാല ചേർക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടുക്കതിക്ക് ഇട്ടെടുക്കാം. ചില സ്ഥലത്ത് കല്ലുമ്മക്കായ എന്നും പറയും, ചിലരിതിനെ കടുക്ക എന്നും പറയും. ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എത്രയാണോ ഉള്ളത് അത്ര തന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല വേവ് ഉണ്ടാവും, അപ്പോൾ അത്ര തന്നെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. നല്ല സിമ്മിൽ വെച്ച് കുറേ നേരം വേവിച്ചെടുക്കാം, വെള്ളം വറ്റുന്ന വരെ. ഞങ്ങൾക്ക് ചെമ്മീന്, ഞണ്ട്, കടുക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കറി വേണം. അപ്പോൾ ഞാൻ ഇത് നല്ല വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്നുകൂടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ്, ചാറ് പോലെയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇനി കല്ലുമ്മക്കായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം